ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഇന്ന് കഴിഞ്ഞ ദിവസം ഇട്ടതിൻ്റെ ആ ഒരു ബാക്കി വീഡിയോ ആണ് കേട്ടോ. ഭയങ്കര സന്തോഷമുള്ള ദിവസം എന്ന് പറഞ്ഞില്ലേ, ആ ദിവസമാണ് ഇന്ന്. സാധാരണ നമ്മൾ സ്കൂളിൽ നിന്നൊക്കെ ടൂർ പോകുമ്പോഴത്തേക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയാമോ? എത്ര കാത്തിരുന്നാലും ആ ഒരു തലേ ദിവസം ഒന്ന് നീങ്ങി കിട്ടാൻ ഇത്തിരി പ്രയാസമായിരിക്കും അല്ലേ? പോകാനുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് അടുത്ത് വെച്ച് ചേർത്ത് കിടന്നുകൊണ്ട് ആ വെളുപ്പിനെ പോകണമെങ്കിൽ പോലും ഉറക്കം പോലും ഇല്ലാതെ എങ്ങനെയൊക്കെ തള്ളി നിൽക്കുന്ന ഒരു രാത്രി, അത് ആ ടൂറിൻ്റെ സമയത്ത് നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോകുമ്പോഴത്തേക്കും കിട്ടുന്ന ഒരു ഫീൽ വേറെയാണ്. ഒരുപാടൊന്നും വീട്ടിൽ നിന്ന് വിട്ടിട്ടില്ല കേട്ടോ. വല്ല കയ്യും കാലും പിടിച്ചൊക്കെയാണ് വല്ലപ്പോഴും ഒരു ടൂറിനൊക്കെ പോകാൻ, അതായത് സ്കൂളിൽ നിന്ന് സാറിൻ്റെയും ടീച്ചറിൻ്റെയും ഒക്കെ കൊണ്ട് വിളിപ്പിച്ച് പറഞ്ഞൊക്കെയാണ് ഒന്ന് ടൂറൊക്കെ പോകാനുള്ള അവസരം തന്നിരിക്കുന്ന പാപ്പി. അപ്പം ആ ഒരു സിറ്റുവേഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര. അപ്പം അങ്ങനെ ഒരു ദിവസമാണ് എനിക്ക് ആഗ്രഹിച്ച് ഒത്തിരി നാളുകൊണ്ടുള്ള ശ്രമമാണ് വീട്ടിൽ നിന്ന് മാറ്റി അത് നമുക്കൊരു പ്രൊഡക്ഷൻ യൂണിറ്റിലോട്ട് മാറ്റണമെന്നുള്ളത്. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പൊക്കെ കഴിഞ്ഞ് വൃത്തിയാക്കലും ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞ് അങ്ങനെ നമ്മുടെ മാഷാ അല്ലാഹ് ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് സന്തോഷം. ഞാൻ തിന്നുന്നത് കട്ട്ലേറ്റൊന്നും അല്ല കേട്ടോ. രാവിലെ ഒന്നും കഴിക്കാതെ ഓടിപ്പാഞ്ഞ് ആ ഒരു സ്മൂത്തിയും കുടിച്ചുകൊണ്ട് ഇറങ്ങിയാണ്. പിന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ 11 മണിയൊക്കെ ആയപ്പോഴത്തേക്കും എല്ലാവർക്കും ലഡുവൊക്കെ വാങ്ങിച്ചു കൊടുത്ത ആ ഒരു സമയത്ത് ഞാനൊരു വീറ്റിൻ്റെ അട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഉച്ചക്ക് എല്ലാ പണിയും കഴിഞ്ഞിട്ട് അവരെയൊക്കെ എല്ലാം സെറ്റാക്കി കഴിഞ്ഞിട്ട് ഞങ്ങൾ ചോറ് തിന്നാൻ ഇറങ്ങി. അപ്പോൾ ഒരു ചോറ് വാങ്ങിച്ചിട്ട് ഞാനും മോനും കൂടെ രണ്ടെണ്ണം വാങ്ങിക്കുന്ന നഷ്ടമാണ്. കാര്യം അവനും തിന്നില്ല ഞാനും തിന്നില്ല. പക്ഷേ ഇത് ഈ ഒരു തല എനിക്കിപ്പോൾ പറയുമ്പോഴും വായിൽ വെള്ളവുറാണ്. ഇവരൊക്കെ പല ഫ്രൈ ഐറ്റംസും ഒക്കെ വാങ്ങിച്ചേട്ടാ, ഞാനതൊന്നും എടുത്തില്ല. പകരം ഞാനും മോനും കൂടെ ആ ഒരു തല വാങ്ങിച്ചു. തലയൊക്കെ എൻ്റെ വീക്ക്നെസ്സാണ്. അപ്പോൾ അത് കേരയുടെ തലയായിരുന്നു. അത് വാങ്ങിച്ച് അതിനകത്ത് ആ കണ്ണ് ചുഴിഞ്ഞ് തിന്നാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അപ്പോൾ അങ്ങനെ അത് വാങ്ങിച്ച് പിന്നെ അതൊക്കെ കിട്ടിയ പരിസരബോധമൊക്കെ മറക്കും കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിച്ച് വന്ന് അപ്പോൾ നമ്മുടെ ചേച്ചിമാരെല്ലാം സെറ്റാക്കിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് മാറി എല്ലാം ഒന്ന് സെറ്റായി വന്നതല്ലേ, ഇത്തിരി താമസിച്ചൊക്കെയാണ് എല്ലാ കാര്യങ്ങളും തുടങ്ങിയത്. അപ്പോൾ അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന് കൂടെ ഇരുന്നിട്ടു. അപ്പോൾ എല്ലാം സെറ്റാക്കി ഒന്ന് ഒട്ടിച്ചൊക്കെ കൊടുക്കുക. അപ്പോൾ അവരെല്ലാ കാര്യങ്ങളും ചെയ്തോളും. മാഷാ അല്ലാഹ് നമ്മുടെ കൂടെ നമ്മളോടൊപ്പം ഇണങ്ങി ചേർന്ന് നിൽക്കുന്ന ആൾക്കാരാണ് കേട്ടോ. അതാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മളാരോടും കളവും വഞ്ചനയൊന്നും കാണിച്ചില്ലേ, നമുക്കും അതേപോലെ തന്നെ എല്ലാ കാര്യത്തിലും കിട്ടുമല്ലോ. അതാണല്ലോ ഏറ്റവും വലിയ സത്യം എന്ന് പറയുന്നത്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നല്ല രീതിയിൽ താമസിച്ചാണ് വീട്ടിലോട്ട് എത്തിയത്. അപ്പോൾ ഒരുപാട് ടയേർഡാണ്. അപ്പോൾ ഇക്കാക്കും മോനിക്കും എല്ലാവർക്കും പുട്ട് മതി. പുട്ടാകുമ്പോഴത്തേക്ക് എളുപ്പമാണല്ലോ. അപ്പോൾ പുട്ടും പയറും മതി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതായാലും രാത്രി അരിയുടെ പുട്ട് വേണ്ട, നമുക്ക് ഗോതമ്പിൻ്റെ പുട്ട്. അപ്പോൾ നല്ല നൈസ് ഗോതമ്പ് പുട്ട് ഉണ്ടാക്കാമെന്ന് വെച്ച് അതിൻ്റെയോടൊപ്പം ചെറുപയർ. അപ്പോൾ ചെറുപയർ ഇച്ചിരി കൂടുതൽ കഴിക്കുകയും ചെയ്യാം. ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് വെള്ള നേരത്തൊക്കെ കിട്ടിയ ഭക്ഷണങ്ങളൊക്കെയാണ്. ഓട്ടപ്പാച്ചിലിനിടയ്ക്ക് നമുക്ക് അങ്ങനെയൊക്കെയല്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഡയറ്റും നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ കഴിക്കണമെന്ന് വിചാരിച്ചാൽ ഒന്നും നടക്കില്ലല്ലോ. ഇനി വേണം എല്ലാ കാര്യങ്ങളും ഒന്ന് കറക്റ്റ് ചെയ്യാൻ എന്ന് വിചാരിക്കുന്നു. എന്തായാലും നല്ല രീതിയിൽ കൊണ്ടുപോകാനാണ് ശ്രമം. അപ്പോൾ നമ്മുടെ ഗോതമ്പിൻ്റെ പുട്ടെല്ലാം നനച്ചപ്പോൾ മോനിക്ക് തേങ്ങ കൂടുതൽ വേണം. അവന് ഭയങ്കര ഇഷ്ടമാണ് തേങ്ങ കഴിക്കാനായിട്ട്. അങ്ങനെ പുട്ട് നനച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ പണ്ടൊക്കെ പുട്ടുണ്ടാക്കുമ്പോഴത്തേക്കും എന്ത് കട്ടിയാണല്ലേ. ഇതിപ്പോൾ നല്ല നൈസ് പുട്ട്. അത് നമുക്കൊന്ന് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചും കൂടെ എടുക്കുകയാണെന്നെങ്കിൽ സൂപ്പർ നൈസ് പുട്ടാണ്. അപ്പോൾ രാത്രി പുട്ടും അതുപോലെ തന്നെ ചിരട്ടപ്പുട്ടാണ് എനിക്കിഷ്ടം. അപ്പോൾ പപ്പടം ഇല്ലാതെ കഴിക്കത്തില്ല കേട്ടോ. എനിക്കും വലിയ താല്പര്യമില്ല. പക്ഷേ ചെറിയവനും വാപ്പായും പപ്പടത്തിൻ്റെ ആളാണ്. ചെറിയവൻ പപ്പടം പാട്ടാണ്ട് അങ്ങനെ തന്നെ അങ്ങ് കൊണ്ടുപോകും. ഇപ്പോൾ ഉള്ളിലും കൊണ്ടുപോകുന്ന പപ്പടമാണ്. ഭയങ്കര ഇഷ്ടമാണ്. വാപ്പായ്ക്ക് പറ്റിയ മോനാണ് ചെറിയവൻ. പക്ഷെ മൂത്താൾ തിന്നത്തില്ല കേട്ടോ. ഞാനും കഴിക്കത്തില്ല. ആണ്ടിലൊക്കെയാണ് ഒരു പപ്പടമൊക്കെ കഴിക്കാമെന്ന് വെച്ചാൽ. പക്ഷേ ഇപ്പം അതും ഇല്ല. അങ്ങനെ പപ്പടവും കൂടെ പൊരിച്ചെടുത്ത് അപ്പോഴത്തേക്കും നമ്മുടെ ആവി പറക്കുന്ന നല്ല ചൂട് പുട്ടും തയ്യാറായിട്ടുണ്ടായിരുന്നു. അതിനോടൊപ്പം ആ ചെറുപയറും. പക്ഷേ പപ്പടമായിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ അതും കൂടെ സെറ്റാക്കി. അപ്പോൾ മോനും അത് സന്തോഷമാണ്. മോനും ഭയങ്കര ഇഷ്ടമാണ് പുട്ടും പയറെന്ന് പറയുമ്പോഴത്തേക്കും. അങ്ങനെ ഞങ്ങൾ രാത്രി ഇങ്ങനെ ആക്കി. അപ്പം എല്ലാവരുടെയും സപ്പോർട്ട് ഇനിയും ഉണ്ടാകണം ഇൻഷാ അല്ലാഹ്. അതുപോലെ തന്നെ ചാനൽ ഫോളോ ചെയ്യാതെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും ചാനലൊന്ന് ഫോളോ ചെയ്യുക മറക്കണ്ട. അപ്പോൾ ടാറ്റാ ബൈ. അടുത്ത വീഡിയോ കാണുന്നവരേക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ടാറ്റാ.